ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ്റെ ഒരു പുതിയ റെസിപ്പിയാണ് കേട്ടോ. ഇത് കുറച്ച് മധുരവും എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ള നല്ല സ്വീറ്റ് ആൻഡ് ഷുവർ ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. ഒരു ഓറഞ്ച് ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അത് കുട്ടികളും വലിയവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തി ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമ്മൾ ഷേർസാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. സ്പൈസി ആയിട്ടുള്ളതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്താൽ മതി. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. ഇനി കുറച്ച് നമ്മുടെ ഓറഞ്ച് തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്ററിലിട്ടിട്ടൊന്ന് വെറുതെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ളൊരു ബാറ്ററാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. മുട്ട ചേർക്കുകയാണെങ്കിൽ ചിക്കനിൽ നന്നായിട്ട് തന്നെ കോട്ടിങ് പിടിച്ചിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ മുട്ട ചേർക്കണില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കിലോ ചിക്കനാണ്. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലോട് കൂടി വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എല്ലില്ലാണ്ട് വേണമെങ്കിൽ ചെയ്യാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കുക. എത്രത്തോളം മാരിനേറ്റ് ചെയ്ത് വെക്കണോ അത്രത്തോളം ടേസ്റ്റാണ്. ഇനി നമ്മൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യരുത് കേട്ടോ. അത് ബാക്കി ഏത് ഓയിലും വേണേലും നമുക്ക് ചെയ്യാം. വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് ഒരു നാടൻ ഫ്ലേവർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഓരോ ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഹണി ചിക്കൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇതൊക്കെ ഒരു മെത്തേഡൊക്കെ ഇതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ സോസ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇനി ആ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടാണ് ബാക്കിയുള്ള ഈ കണ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ. ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ വളരെ തീ കുറച്ചിട്ട് വേണം ജ്യൂസ് ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് സ്പൈസി അല്ല കേട്ടോ. ഒരു കുറച്ച് എരിവും കുറച്ച് മധുരം എല്ലാം കൂടെയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോയ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കണ്ട കേട്ടോ. സോയ സോസ് ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചില്ലി സോസ് ഒന്നും ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ല. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു പുളിപ്പും മധുരം എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോൾ ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിക്കനിലേക്ക് ആ സോസൊക്കെ കംപ്ലീറ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിങ് ഓണിയനോ അതുപോലെ മല്ലിയില എന്ത് വേണമെങ്കിലും ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ടെടുത്തിട്ട് നിങ്ങൾക്കിത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.